വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും സഭാപഠനങ്ങളെ സാധാരണക്കാർക്ക് ലളിതമായി വിശദീകരിക്കുന്നതിൽ കഴിവുറ്റവനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 10 കൽപ്പനകൾ കഴിഞ്ഞ പോലെയായി. ലാസ്റ്റ് എപ്പിസോഡാണിത്. 10ാമത്തെ കൽപ്പനയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നുള്ളത്. അതിൽ വരുന്ന അസൂയ ഒക്കെ വിശദീകരിച്ചതാണ് അച്ഛൻ. ഇതിലൊരു കാര്യം പറയുന്നത്, അഷ്ടസൗഭാഗ്യങ്ങളിൽ ആദ്യത്തെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നുള്ള ആ ഭാഗം അത് ഈ കൽപ്പനയോട് ചേർന്ന് പോകുന്നതായിട്ട് ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? വളരെ കുഴപ്പം പിടിച്ച പോലെ അല്ലെങ്കിൽ ദുർഗ്രഹമായിട്ട് തോന്നുന്ന ഒരു വാചകമാണത്. ആത്മാവിൽ ദരിദ്രർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ശാരീരികമായിട്ട് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള ദാരിദ്ര്യം വീണ്ടും ആത്മാവിൻ്റെ അപ്പോൾ പലരും നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ശാരീരികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം കൂടാതെ ആത്മീയമായിട്ട് പോലും ദരിദ്രാവസ്ഥ എന്ന് പറയുമ്പോൾ അത് പാപകരമാണല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ അത് ഭാഗ്യമാവണേ എന്നുള്ളൊരു സാധാ ചോദ്യം എല്ലാവരുടെ മനസ്സിലും വരും. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾ ദരിദ്രരാകുമ്പോൾ ആത്മാവിൽ നമ്മൾ സമ്പന്നരാകുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. നമ്മൾ ദാരിദ്ര്യം, അപ്പം ഈ യഥാർത്ഥത്തിൽ ആത്മാവിൽ സമ്പന്നരാകാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം അരൂപിയിലേക്ക് ജീവിക്കണം എന്നാണ്. എന്താണ്, ലോകത്തിൻ്റെ സമ്പത്തുകൾ കൊണ്ട് നമ്മൾ വലിയ സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ അകലാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവത്തെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നതാണോ ആ വാചകത്തില് അവരുടേതാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ സ്വർഗരാജ്യം ആകുക, ദൈവം അവരുടേതാകുക, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അതുപോലെ ആത്മാവിൽ ദരിദ്രരായവർ അവരുടെയാണ് സ്വർഗരാജ്യം. അപ്പൊ ഈ സ്വർഗരാജ്യം അവരുടേതാണെന്നും ദൈവത്തെ കാണുമെന്ന് പറയുന്നതൊക്കെ വളരെ ചേർന്ന് പോകുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമായി തീരുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ സമ്പന്നരായിത്തീരുന്നു, ഭാഗ്യവാനായിത്തീരുന്നു. അതിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം, വളരെ സഹായകമായൊരു കാര്യമാണ് ദാരിദ്ര്യം. ഏത് ദാരിദ്ര്യം? നമ്മൾ കർത്താവ് തന്നെ അത് വളരെ കൃത്യമായിട്ട് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾ സമ്പന്നരെ, ലോകത്തിൻ്റെ സമ്പന്നരായ ആളുകളെ കുറിച്ച് കർത്താവ് വിലപിക്കുന്നുണ്ട്. എളുപ്പം ഒട്ടകം സൂചിക്കുക, അത്രയും ടഫാണെന്നാണ് പറയുന്നത്. കാരണം ഒരു വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യൻ നടക്കുകയാണ്. ലോകത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സമ്പന്നമായിട്ട് കാണുവാണെങ്കിൽ അവൻ്റെ ദൈവം അതായിട്ട് മാറും. ഉദാഹരണം, സമ്പത്ത് കൂട്ടിവെക്കുക, പണം, മണി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സമ്പന്നനാകണം എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോൾ വേറെ കുറേ മൂല്യങ്ങൾ ഇല്ലാതായി പോകും. ആദ്യത്തെ കൽപ്പനകൾ അവൻ ലംഘിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ലംഘിക്കും. ഇപ്പം ഞാൻ ആലുവ സെമിനാറിൽ പണ്ടൊരു കാര്യസ്ഥനെ പോലെ ഒരു മാനേജ് ചെയ്തിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. ഒരു ആൻറ്റോ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്, ഈ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഓർക്കണം, അദ്ദേഹം ഗൾഫിൽ നിന്ന് ആ ജോലിയൊക്കെ നിർത്തിയിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നമുക്ക് തന്ന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് 15,000 രൂപയായിട്ടാണ് നമ്മൾ ശമ്പളം. ഇതുകൊണ്ടൊക്കെ എങ്ങനെ ഗൾഫിലായിരുന്നെങ്കിൽ എൻ്റെ 3 ഇരട്ടി കിട്ടുമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഗൾഫിലായ 3 ഇരട്ടി കിട്ടുവച്ചാൽ, പക്ഷെ കുറേ നാളവിടെ ജോലി ചെയ്തു, എനിക്ക് പ്രായമാണ്, മക്കളൊക്കെ വലുതായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തും മക്കളും ഭാര്യയാണ്. അവരുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ എനിക്ക് 45,000 കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ അയാൾ അവിടെ ഒരു സമ്പത്ത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ദാരിദ്ര്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ അയാൾ ആത്മാവിൽ സമ്പന്നരായി. അപ്പോൾ ഈ ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ സമ്പത്തിൽ ഇതുപോലെ തന്നെയാണ്. സമ്പത്താണ് ചില ആൾക്കാർക്ക് ദൈവമായിട്ട് മാറണമെങ്കിൽ, വേറെ ചില ആൾക്കാർക്ക് അധികാരമാണ്. ചത്തുകളഞ്ഞാൽ പോവില്ല അധികാരത്തിൽ. അത് കിട്ടാൻ വേണ്ടി എന്ത് സാധനവും. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അവൻ്റെ കസേരയാണ്.
അവൻ്റെ അധികാരത്തിലേക്ക് എത്താൻ എന്ത് കുൽസിത മാർഗത്തിലൂടെയും ആരെ വധിച്ചാലും ആരെ കൊന്നാലും ആരെ ഇല്ലാതാക്കിയാലും അവനെ കസേര നിലനിർത്തണം, അല്ലെങ്കിൽ അധികാരം പിടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് അധികാരമായി. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് സൗന്ദര്യമാവും, ചിലർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ആവും, വലിയ അല്ലെങ്കിൽ ഫേമസ് ആവുക, സ്റ്റാർ ആവുക എന്ന് ഇങ്ങനെയുള്ള ഏത് കാര്യം വരുമ്പോഴും അയാൾ സമ്പന്നരാകുകയാണ് ലോകത്തിൻ്റെ മുന്നിൽ. ലോകത്തിൻ്റെ സമ്പത്ത് കൂടുന്തോറും ദൈവത്തിൻ്റെ സമ്പത്ത് കുറഞ്ഞു കുറഞ്ഞു. മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാ മതത്തിലും പറയുന്നു. ഇപ്പോൾ ധനവാൻ ലാസറിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞത് ഇതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലോ. അതിൽ ധനവാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായില്ല. ആകെ ചെയ്ത് ഈ ദരിദ്രനായ ലാസർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അയാൾ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവഗണന അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. ഏട്ടാ അയാൾ ലാസറിന് ഓർഡർ എൻ്റെ പഠിക്കുന്നൊന്നും പറഞ്ഞില്ല. അവിടെ കിടന്നോട്ടെ, വലിയൊരു പേരനെ കൊടുത്തോട്ടെ, അതിനൊന്നും പുള്ളിക്ക് ആരും തടസ്സം ഉണ്ടായില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ അതുപോലെ പറയുന്നുണ്ട്, ഒരു വിധവ ചില്ലിക്കാശ് ഇട്ടപ്പോൾ കർത്താവ് ഭണ്ഡാരത്തിലിടുന്ന ജെറുസലേം ദേവാലയത്തിലിട്ട് പറഞ്ഞ അവൾക്ക് ഒരു ധനാറേ ഇട്ടിട്ടുള്ളൂ, ഒരു ചില്ലിക്കാശ്, ഒരു ധനാറ് പോലും ഉണ്ടാവില്ല, ഒരു ചില്ലിക്കാശ്. ആ ചില്ലിക്കാശ് അവളുടെ എല്ലാമാണ്. അത് അവൾ മുഴുവൻ കൊടുത്തു. അവൾക്കുള്ള ലൗകിക സമ്പത്ത് മുഴുവൻ കൊടുത്തപ്പോൾ പറയാണ്, അവളാണ് സ്വർഗരാജ്യത്തിൽ മറ്റേത് ധനവാനിട്ട വലിയ സംഖ്യയേക്കാൾ സ്വർഗരാജ്യം അവകാശമാക്കിയതെന്ന് കർത്താവ് പറയുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നത് യഥാർത്ഥമായ സമ്പത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വരും. ലോകത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാകും. കാരണം ദൈവമാകുന്ന സമ്പത്തിൽ നമ്മൾ, അതാണ് ആത്മാവിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ഫ്രാൻസിസ് അസീസി തീർച്ചയായിട്ടും എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നത്. ഞാൻ അങ്ങനെ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു. നമ്മുടെ നല്ല തണ്ണി, കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. നല്ല തണ്ണിയിൽ ഒരു 4 ചെറുപ്പക്കാർ താമസിക്കുന്നുണ്ട്. സണ്ണി, ജോണി എന്നൊക്കെ പറഞ്ഞിട്ട്, ബാക്കിയുള്ളവരുടെ പേരുകൾ അറിയോ അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ വർഷം അവരെ ഒന്നുകൂടി സന്ദർശിച്ചായിരുന്നു. പണ്ട് കുറേ നാൾ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. റൈറ്റപ്പൊക്കെ അവർ നല്ല തണ്ണിയിലെ തേനറകൾ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഞാൻ എഴുതിയത് ഓർക്കുന്നുണ്ട്. അപ്പം നാളെ അവരെ പോയി കണ്ടപ്പോൾ അവരൊരു കാട്ടിൽ വസിക്കുകയാണ്. ഈ നല്ല തണ്ണി എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ മുകളിൽ കയറി മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനത്തേക്ക് പോകുമ്പോൾ മുറിഞ്ഞുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ നമ്മുടെ മുരിക്കം പിതാവ് താമസിക്കുന്നതും അതിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിഫറൻസിലാണ്. ഈ നല്ല തണ്ണിയുടെ അടുത്ത് തന്നെയാണ്. ഇവർ താമസിക്കുന്നത് തനിയൊരു കാട്ടിലാണ്. ഒരു ചെറിയ മാടം പോലെ വെച്ച് കെട്ടിട്ട് അതിൽ ഒരു വലിയ സ്ട്രക്ചറൊന്നുമില്ല. നമ്മൾ തല ഇങ്ങനെ ആക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഒരു വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കസേര പോലും ഇരിക്കാനില്ല. അതിൻ്റെ അകത്തുള്ളതിൽ പോയിട്ട് അവർ അവിടെ കിടക്കണേ, ചാക്കൊക്കെ ഇട്ടിട്ട്. ഭയങ്കര ഒരു ജീവിതമാണ്. അപ്പോൾ അവർ ഈ നല്ല തണ്ണിയിൽ അവർ ജീവിക്കുകയെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ അറ്റത്താണ് അവർ ജീവിക്കണേ. പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരുടെ ഉള്ളിൽ മുഴുവൻ സമ്പത്തിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ നിറവാണ്. അവർ ധ്യാനത്തിലും പ്രാർത്ഥനയിലും അവിടെ വരുന്ന ആളുകളെ കേൾക്കലും. നമ്മുടെ ചെല്ലുമ്പോൾ കസേരയൊന്നുമില്ല, അവിടെ പാറപ്പുറത്ത് ഇരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ കഞ്ഞി തന്നു. ഞാനും വേറെ അച്ഛനും കൂടി പോയി ഈ പ്രാവശ്യം. കഞ്ഞി പിന്നെ ഇച്ചിരി അച്ചാറോ അങ്ങനെയുള്ള എന്തോ ഒരു സാധനം ഉണ്ട്, അപ്പടോ എന്തോ ഒരു സാധനം തന്നു. അത് ഇട്ടിട്ട് നമ്മൾ കുടിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയം നിറയുകയാണ്. കാരണം നമ്മൾ ആ ഒന്നുമില്ലായ്മയിലാണ് എല്ലാം ഉള്ളവരായിട്ട് മാറുകയാണ് അവരുടെ മുന്നിൽ. അപ്പോൾ അവരുടെ സന്തോഷം, അവരുടെ ജീവിതത്തിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് മനോഹരമായിട്ട് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ലൊരു ഉദാഹരണം അത് കേട്ടോ. ഈ ലോകത്തിൽ പടച്ചോൻ ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും. ഒരു മുസ്ലിം എഴുത്തുകാരനാണ് അത് എഴുതുന്നത്. അയാളിങ്ങനെ, ഈ ലോകത്തിൽ പടച്ചോൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും. വേറെ കുറേ പേർക്ക് വൻപുള്ള ഉദ്യോഗം നൽകും, വലിയ ശ്രേയസ്സുള്ള വൻപുള്ള ഉദ്യോഗം നൽകും. എന്നാൽ 1,00,000-ൽ ഒരാൾക്കേ പടച്ചോൻ അവൻ്റെ മനസ്സ് കൊടുക്കൂ. എന്തിനാണെന്നോ? അവൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ. അപ്പം നമ്മൾ ഏറ്റവും വലിയ സമ്പത്ത് പടച്ചോനാണ്, ഈശ്വരനാണ്, ദൈവമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പടച്ചോൻ്റെ ഹൃദയം തന്നെ ലഭിക്കാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹൈന്ദവ പാരമ്പര്യത്തിലെ മനോഹരമായ പഞ്ചപാണ്ഡവന്മാർ
കൗരവന്മാരും തമ്മിൽ മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോണ അവസരത്തിൽ ഇതിൻ്റെ മനോഹരമായ മറ്റൊരു ആവിഷ്കാരമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഈ മഹാഭാരത യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞ വെറുതെ 2, 5 പേരും 10 പേരും 100 പേരും കൂടി തമ്മിൽ നടന്ന യുദ്ധമൊന്നും അല്ലായിരുന്നു. ഒരു മഹാഭാരത യുദ്ധം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മാത്രം, ചുറ്റുപാടുള്ള രാജ്യങ്ങളെയൊക്കെ ഇവർ ഈ യുദ്ധത്തിൽ പങ്കുചേർക്കാൻ നോക്കി. അപ്പോൾ ഓരോ കക്ഷികളും പോയിട്ട് ഏറ്റവും കൂടുതൽ സൈന്യമുള്ളവരെ, ഉള്ള പേര് കേട്ട സൈന്യങ്ങളെ, ഉള്ള രാജാക്കന്മാരെ അവരുടെ പക്ഷം ചേർക്കുകയാണ്. എന്നിട്ട് വലിയ രാജ്യങ്ങൾ തമ്മിൽ, ഒരുപാട് രാജ്യങ്ങൾ ഒരു വശത്ത് പാണ്ഡവരുടെ ഭാഗത്ത്, കൗരവന്മാരുടെ ഭാഗത്തും. അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ അന്ന് ശ്രീകൃഷ്ണൻ യാദവ കുലത്തിലെ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ്. അപ്പോൾ പഞ്ചപാണ്ഡവന്മാരിൽ അവിടെ പോയിട്ട് അവിടെ വലിയ ഒരു നാരായണീ സേന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സേനയുണ്ട്. അത് ഏറ്റവും സേനകളിൽ വെച്ച് ഏറ്റവും മിടുക്കരാണ്. ഈ സേനയെ കൂടി സ്വന്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാമെന്ന കണക്കുകൂട്ടലുകൾ അവർക്കുണ്ട്. അങ്ങനെ കണക്കുകൂട്ടൽ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് അന്ന് ഈ നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അവിടെ മഹാഭാരതം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ആദ്യമേ തന്നെ ദുര്യോധനൻ, കൗരവപക്ഷത്ത് മൂത്ത ബ്രദർ, അവരുടെ ദുര്യോധനൻ എത്തിച്ചേർന്നു. അവനെത്തിച്ചേർന്ന് തലയുടെ ഭാഗത്ത് നിന്നു. പിന്നീട് രണ്ടാമതായിട്ട് എത്തിച്ചേർന്നത് പാണ്ഡവരുടെ ഭാഗത്ത് നിന്ന് ചെന്നത് അർജുനനാണ്. അർജുനൻ പാദത്തിലാണ് ചെന്നത്. അപ്പോൾ ധ്യാനത്തിൽ നിന്ന് തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കുമ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ്, പാദത്തിൽ നിൽക്കണേ. തലയുടെ നിൽക്കുന്നത് നമ്മുടെ ദുര്യോധനനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ സ്റ്റോറിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവർ വരം ചോദിക്കുകയാണോ എന്തോ, അവർ രണ്ടുപേരും ചോദിക്കുകയാണ് വരം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്, മഹാഭാരത യുദ്ധം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാരായണീ സേനയുണ്ട് ഇവിടെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവർ ചോദിക്കുമ്പോൾ ആദ്യം വന്ന ആൾക്കാണ് ഇതിൻ്റെ ആദ്യം ചോദിക്കാനുള്ള. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യം കണ്ടത് ശ്രീകൃഷ്ണൻ പാദത്തിൽ നിൽക്കുന്ന ആളെയാണ്, പക്ഷേ വന്നത് ദുര്യോധനനുമാണ്. ഇപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും അങ്ങനെ ഒരേ സമയം അവകാശപ്പെടാവുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനത് കുറച്ച് എൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഇന്ത്യൻ ഫിലോസഫി പഠിക്കുന്ന സിജു കൊമ്പൻ എന്നൊരു ഇരിഞ്ഞാലക്കുട എന്നൊരു പ്രൊഫസറുണ്ട് ഭാരതീയ ശാസ്ത്രത്തിൽ. അദ്ദേഹത്തിനോട് കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഈ ഇതിൽ പറയുന്ന വരം തരികയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഞാൻ വരം തരും, ഒരാൾക്ക് മാത്രമായിട്ട് ആദ്യം വന്ന ആൾക്ക് തരാൻ പറ്റൂല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ആരെ ചോദിച്ചതെന്ന് അറിഞ്ഞുകൊണ്ടപ്പോൾ ഒരാൾ, അപ്പോൾ ദുര്യോധനനായിരിക്കാം ഒരു പക്ഷേ ആദ്യം ചോദിച്ചത്, അത് പാണ്ഡവനാണ്. പക്ഷെ ദുര്യോധനൻ ചോദിച്ചതാണ് അങ്ങയുടെ സേനയെ മുഴുവൻ എനിക്ക് വേണം. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ നേതാവായിരുന്ന അർജുനൻ ചോദിച്ചത് സേനയൊക്കെ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അങ്ങയെ വേണം. ഇതാണ് മനോഹരമായിട്ട് നമ്മൾ പറയുന്ന ഈ കാര്യം. ദൈവത്തെ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അർജുനൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കൂടെ കൂട്ടി. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ നിർണായകമായ സമയത്ത് ശ്രീകൃഷ്ണൻ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ സേന എന്ന് പറയുന്ന നാരായണീ സേന ഏറ്റവും ബലവത്തായ സേനയായിരുന്നു. അത് ദുര്യോധനൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ദുര്യോധനൻ തോറ്റുപോയി. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഞാൻ നേടുന്ന സമ്പത്ത് ഈ ലോകത്തിൻ്റെ അധികാരമാണോ, ഈ ലോകത്തിൻ്റെ സമ്പത്താണോ, അതോ എൻ്റെ പേരാണോ, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് വെച്ച് ഞാൻ ഈ ലോകത്തിൻ്റെ സമ്പത്തുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അസ്തമിച്ച് തന്നെ പോകും. എന്നാൽ ഈശ്വരനാകുന്ന സമ്പത്തിനെ ആണ് ഞാൻ, പടച്ചോൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ, ദൈവം മറ്റുള്ളവരെ കാണുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ കാണാൻ തുടങ്ങുകയാണെങ്കിലോ തീർച്ചയായിട്ടും ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ ആ നിത്യസ്നേഹത്തിലേക്ക് ഞാൻ ചേരും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ പൗലോസ് പറഞ്ഞത് ആര് മരണമോ പീഡനമോ വാളോ എന്ന് പറഞ്ഞിട്ട് പൗലോസ് വാചാലാവുന്നുണ്ട്. ഏത് മതപാരമ്പര്യത്തിലേക്ക്, ക്രിസ്ത്യൻ മതത്തിലായിക്കൊള്ളട്ടെ, ഇസ്ലാം മതത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലായിക്കൊള്ളട്ടെ, നമുക്ക് പരിചിതമായ ഏത് മതത്തിൽ നോക്കിയാലും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈശ്വരനാണ്.
ആ ഈശ്വരനെ സ്വന്തമാക്കാനുള്ള ഒരു യജ്ഞമാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ നിലപാടുകളെ, ഈശ്വരൻ മറ്റുള്ളവരെ കാണുന്നത് പോലെ എല്ലാവരെയും കാണുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ വളർന്നു വലുതാവുക എന്നാണ് ഈ പറയുന്ന എല്ലാ കഥകളുടെയും അർത്ഥം. ഇതിൽ ദൈവത്തെ കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകുന്നതിനെ ഈ ലോകവും അതിൻ്റെ സുഖങ്ങളുമൊക്കെ ഒരു തടസ്സമായിട്ട് പറയപ്പെടുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞുകൊണ്ടാണ്, ഈ ലോകത്തിൻ്റെ ഒരു പരിധിവരെ ഞാൻ പറയും, ഈ ലോകത്തിൻ്റെ നമ്മുടെ ധർമ്മം അനുസരിച്ച്, നമ്മുടെ ജോലി അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന സേവനം അനുസരിച്ച്, ആ സേവനങ്ങൾ, ആ ജോലികൾ, ആ കാര്യങ്ങൾ നടക്കാൻ ആവശ്യമായ ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് വേണം. അത് വേണം. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ ഞാൻ ആ വസ്തുക്കളെ, ആ കാര്യങ്ങൾ എൻ്റെ പ്രഥമ പരിഗണനയിൽ ആകുമ്പോഴാണ് ദൈവമില്ലാതാവുകയും പിന്നീട് ഞാൻ ഇതിനോട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്യുന്നത്. അൾട്ടിമേറ്റ് എയിം ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം. അപ്പം അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യണം, ഒരു പരിധി വരെ നമ്മൾ ദരിദ്രരായിരിക്കണം എന്ന് പറയാനുള്ള കാരണം, അത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഭയെ നയിക്കുന്ന അധിപൻ മനസ്സുകൊണ്ട് ദാരിദ്ര്യം സ്വീകരിച്ചു. അദ്ദേഹം കൊട്ടാരത്തിലേക്കൊന്നും പോയില്ലല്ലോ, മറ്റ് ഹോസ്റ്റലിൽ തന്നെയാണ് മറ്റുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വോൺഷുലി ഗൗതിയും എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം 198-ാമത്തെ ഭാഗം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് പലർക്കും മനസ്സിലായിട്ടില്ല. പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇതുകൊണ്ടാണ് ആരുടേത്? ദരിദ്രരോടാണ് പറഞ്ഞത്. ആള് സുവിശേഷം കോട്ടിയാണ്. ലൂക്കായുടെ സുവിശേഷം 6-20 ഈ അഷ്ടസൗഭാഗ്യങ്ങൾ അവിടെ കാണുന്ന കാര്യം. ദരിദ്രരായി നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇതുകൊണ്ടാണ് ദരിദ്രമായതും ദരിദ്രർക്ക് വേണ്ടിയുള്ളതുമായ ഒരു സഭ ഞാൻ ആഗ്രഹിക്കുന്നു. സഭ ദരിദ്രമാകണം എന്ന് പറയും. സഭ ദരിദ്രമായിരിക്കണം. നമ്മുടെ പണ്ടത്തെ ഒരു പോളിസി ദരിദ്രനെ സഹായിക്കാൻ സഭ സമ്പന്നമാകണം എന്നാണ്. കോർപ്പറേറ്റ്സിൻ്റെയും ചിന്ത അതുതന്നെയാണ്. എല്ലാ ജാതി മത സമൂഹങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ആഗ്രഹം അത് തന്നെയാണ്. നമ്മൾ വലിയ രീതിയിൽ സമ്പത്ത് സ്വീകരിച്ചിട്ട് അതിൻ്റെ 100% ചാരിറ്റി കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ദരിദ്രമായതും, കാരണം കർത്താവ് ദരിദ്രനായി തീർന്നു. കർത്താവ് സമ്പന്നനായിരിക്കെ, ദൈവമായിരിക്കെ, അവൻ ഒരു ആശാരിയുടെയും ഒരു ഗതിയില്ലാത്ത ഒരു മറിയത്തിൻ്റെയും വീട്ടിൽ ചെറിയ ജോലികൾ ചെയ്ത് അങ്ങനെ കുഞ്ഞൊരു മനുഷ്യനായിട്ട് ചുങ്കക്കാരുടെ കൂടെ, മത്സ്യത്തൊഴിലാളികളുടെ കൂടെ, ദരിദ്രരായ ആളുകളുടെ കൂടെ സഹവസിച്ച് കുരിശിൽ ദരിദ്രനായിട്ട് തന്നെ തുണി പോലും വേണ്ടത്ര ഇല്ലാതെ മരിച്ചുപോയ ഒരു ദൈവമാണ്. ആ ദൈവത്തെ ഇതിൽ സഭയായിരുന്നാൽ മാത്രമേ സഭയ്ക്ക് ദൈവത്തെ സമ്പത്തായിട്ട് കാണാനും കൊടുക്കാനും സാധിക്കുള്ളൂ. അതുപോലെ ആടുകളുടെ മണമുള്ള ഇടയനാകണമെന്ന്. ഇത് എങ്ങനെയാണ്? ദരിദ്രർക്ക് പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കാനുണ്ട്. കാരണം ദരിദ്രർ, മദർ തെരേസ പറഞ്ഞതുപോലെ, ക്രിസ്തുവിനെ കുറിച്ച് മദർ തെരേസയെ പഠിപ്പിച്ചു. ഞാൻ വിശുദ്ധയായെങ്കിൽ മദർ തെരേസ പറയുന്നുണ്ട്, അത് എൻ്റെ വിശുദ്ധി കൊണ്ടല്ല, ഈ ദരിദ്രരാണ് എന്നെ വിശുദ്ധയാക്കിയത് എന്ന് മദർ തെരേസ പറയുന്നുണ്ട്. ഇതൊരു ഭയങ്കര രഹസ്യമാണ്. ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, ചെറിയൊരു ഉദാഹരണം. അതായത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പോയപ്പോൾ, ഞാൻ പണ്ടത്തെ മധ്യപ്രദേശിൽ റായ്പൂർ ഡിസ്ട്രിക്റ്റ് ആ സൈഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ജബൽപൂർ റായ്പൂറിൻ്റെ ഇടയിലാണ്, മണ്ഡല എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു കുഗ്രാമത്തിൽ ഈ ക്രൈസ്തവരായിരുന്ന ആളുകളെ തിരിച്ച് ഘർവാപ്പസി എന്നുള്ള പേര് അന്നില്ല, ശുദ്ധിക്രിയ എന്നാണ് അന്ന് പറഞ്ഞത്. ആര്യ സമാജ് ചെയ്തിരുന്ന പോലെ മോഡലിൽ സംഘപരിവാറിൻ്റെ ആൾക്കാരെ RSSകാർ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരു ജെസ്യൂട്ട് ആയിട്ടുള്ളൊരു അച്ഛൻ ഞാനും കൂടി ഒരു ബൈക്കിനെ 40 കിലോമീറ്ററോളം, അവിടേക്ക് ബസ്സൊന്നുമില്ല, ഒരു വഴി ഇടയ്ക്ക് റോഡുണ്ട്, ആ ഒരു ബൈക്കിനെ, പഴയ ബജാജ് സ്കൂട്ടറിന് 93-ലാണ് ഞാൻ അതിലിരുന്ന് എൻ്റെ അരക്കെട്ട് പോയി. അച്ഛനെ പിന്നെ അത്രയും പരിചയമാണ്. അയാളൊരു അച്ഛനാണ്, പക്ഷേ വലിയ ഡ്രസ്സിലാണ്. ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ വർക്കുകയാണ്. ഞങ്ങളവിടെ ഈവനിങ്ങിലാണ് ചെന്ന് ചാടിയത്, രാത്രി ഈ പരിപാടി കാണാനായിട്ട്.
ഒരു ചെന്നപ്പോൾ തന്നെ കുറേ വൈകിയായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തണേ. ഇരുട്ടാണ്. ചെറിയ ഇതിൻ്റെ ലൈറ്റിലൂടെ ഇങ്ങനെ പോയി അച്ഛൻ ആ സ്ഥലത്ത് പോയി പരിചയമുണ്ട്. ഞങ്ങളൊരു മഠത്തെ ചെന്ന് കയറി. എൻ്റെ ഈശ്വര, ഞാൻ ആ മഠത്തെ ചെന്ന് കയറി. അവിടെ 2, 3, 4 സിസ്റ്റേഴ്സും ഉള്ളൂ. അതിലൊരു മലയാളി സിസ്റ്ററും ഉണ്ടായിരുന്നു. പിന്നെ ട്രൈബൽസാണ് ഉള്ളത്. ഒരു തമിഴ്നാട്ടുകാരി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അവരെ വിളിച്ച് പറയാനൊന്നും സാധിച്ചില്ല. ഫോണൊന്നും ഇല്ല അവിടെ. 40 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് അകലെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് ആകെ അന്തം വിട്ടു. ഞങ്ങളുടെ കയ്യിൽ 1-2 ബ്രെഡ് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും തരണ്ടേ, ഇങ്ങനെ അകലെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. അപ്പോഴേക്കും ഞങ്ങൾ കണ്ടൊരു കാഴ്ച, ചൂട്ട് കത്തിച്ച് ആ ചുറ്റുപാടിൽ നിന്ന് 2-3 വീടുകളിൽ നിന്ന് ആൾക്കാർ വരും. അവർ റൊട്ടി ചപ്പാത്തി ചുട്ടിട്ട് അതും കുറച്ച് സബ്ജി ആക്കിയിട്ട് അതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരോട് അവർ പറഞ്ഞു, ഇവിടേക്ക് ഒരു ബൈക്ക് പോണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആരോ ഇവർക്ക് ഗസ്റ്റ് ഉണ്ട്, അവർക്ക് തിന്നാനായിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ പാവങ്ങളായ മനുഷ്യരെ അവിടുന്ന് സ്വയം വന്ന് ഈ സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഞങ്ങൾ അത് കഴിച്ചിട്ടാണ് കിടന്നേ. ദരിദ്രമായിട്ടാണ് ആ സിസ്റ്റർ. ഞാൻ അവിടെയാണ് വിണ്ട് കീറിയ മടമൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ കിടന്ന മുറിയിൽ എനിക്ക് പേടിയായിരുന്നു. നിലത്ത് കട്ടിലൊന്നുമില്ല. ഇതിൻ്റെ കീറിയൻ്റെ ഇടയിൽ വല്ല വെള്ളിക്കട്ടനും ഇരിപ്പുണ്ടോ, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പേടിച്ചിട്ട്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മഠം കണ്ടിട്ടേ ഇല്ല നമ്മുടെ സമയം. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ പല സംഭവങ്ങളും ആ ഇന്ത്യൻ യാത്രയിലെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ സമ്പന്നമായിട്ടുള്ള സഭയെ കണ്ടു. അവിടെ സമ്പന്നമായൊരു സഭയെ കണ്ടു. അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, തമ്പുരാനെ, ഇവരൊക്കെ ജീവിക്കുന്ന വിശുദ്ധരാണല്ലോ. ഇതാണ് ഒന്നുമില്ലാത്തവനെ എല്ലാം ഉണ്ട്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാം ചെയ്യും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ് എന്ന് പറയുന്നത്. ദരിദ്രമായ ഒരു അരൂപി ആത്മാവിൽ സ്വീകരിക്കുന്നവർ ആരാണോ അവർ ഭാഗ്യവാന്മാരായിരിക്കും എന്നാണ് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം. ആത്മാവിൽ ദരിദ്രർ, ഒരു ദാരിദ്ര്യ അരൂപി ആത്മാവിൽ സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും, അവർ സ്വർഗ്ഗരാജ അവകാശമാക്കും. എന്തായാലും ഈ 10 കൽപ്പനകളുടെ അവസാനത്തെ ഈ എപ്പിസോഡ് വളരെ വിശദമായി പ്രേക്ഷകർക്ക് വിശദീകരിച്ച അച്ഛന് നന്ദി പറയുന്നു. നമ്മുടെ കൽപ്പനകളുടെ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. 10 കൽപ്പനകളുടെ അവസാനത്തെ കൽപ്പനയായ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നുള്ളതിലെ ലാസ്റ്റ് പോർഷൻ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ വിശദീകരണം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.